നമസ്കാരം. നമസ്കാരം. എന്താണ് ILG ഹോസ്പിറ്റൽ ക്യാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവില് ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിലൊക്കെ മേളിലാണ്. ഇപ്പൊ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാതെ അനാമത്തായിട്ടുള്ള ഒത്തിരി ചെലവുകൾ അതിനൊപ്പം വരും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക ഉപകാരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് 3000 രൂപ മുടക്കി നിങ്ങളൊരു ഹോസ്പിറ്റൽ ക്യാഷ് എടുത്താൽ നിങ്ങൾക്ക് 30 ദിവസം 3000 വെച്ചിട്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം 90,000 രൂപ വരെയുള്ള നിങ്ങൾക്ക് ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ILG ഹോസ്പിറ്റൽ ക്യാഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 3000 രൂപ മുടക്കി നിങ്ങളൊരു ഹോസ്പിറ്റൽ ക്യാഷ് എടുക്കുമ്പോൾ അടുത്ത 2 വർഷത്തേക്കുള്ള നിങ്ങളുടെ ഹോസ്പിറ്റൽ ക്യാഷ് തികച്ചും ഫ്രീ ആയിട്ട് ILG നിങ്ങൾക്ക് ചെയ്തു തരും. അതാണ് ILG ഹോസ്പിറ്റൽ ക്യാഷിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരന് ഇത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാൾ അവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദിവസം ചിലപ്പോൾ 1000 അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3000 രൂപ ഒരു വർഷത്തേക്ക് മുടക്കിയാൽ 30 ദിവസത്തേക്ക് അവർ വരുന്ന ആ ചെലവുകൾ അവർക്ക് ഇതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇതിന് പ്രത്യേകിച്ച് ഡോക്യുമെന്റേഷന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഒരു ബൈസ്റ്റാൻഡർ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആ രോഗിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ അവർക്ക് നഷ്ടമാകുന്ന പൈസയും കൂടെ ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. ഏതൊക്കെ തരം ആൾക്കാർക്കാണ് ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്? ഇതിനൊരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് സാധാരണക്കാർ തൊട്ട് ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന ആർക്ക് വേണമെങ്കിൽ ഈ പോളിസിയിൽ അംഗമാകാം. ഇതിന് ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജനിച്ച് 90 ദിവസം മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ പോളിസിയിൽ അംഗമാകാവുന്നതാണ്. നിലവിൽ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. കാര്യം ഇതൊരു വലിയ തുകയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 3000 രൂപ മുടക്കിക്കൊണ്ട് നമുക്ക് ഒരു വർഷത്തേക്ക് 90,000 രൂപ കിട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ILG സംബന്ധിച്ചിടത്തോളം 3000 രൂപ ഒരു തവണ മുടക്കിയാൽ അവർക്ക് 3 വർഷത്തേക്ക് ഈ പോളിസിയിൽ അംഗമാകാം. അപ്പൊ പ്രായപരിധി എന്ന് പറയുന്നത് ജനിച്ചിട്ട് 90 ദിവസം മുതൽ 60 വയസ്സ് വരെ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്ന് മുതലാണ് ഹോസ്പിറ്റൽ ക്യാഷിന്റെ ബെനിഫിറ്റ്സ് കിട്ടിത്തുടങ്ങുക? കൂടാതെ പ്രഗ്നൻസിക്കും മറ്റു രോഗങ്ങൾക്കും ഇത് ലഭിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ 1 മാസത്തിന് ശേഷം നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സുകൾ കിട്ടിത്തുടങ്ങും. ഇനി പ്രഗ്നൻസി എന്നുള്ളൊരു കാരണമല്ല, നമുക്ക് മറ്റുള്ള രോഗങ്ങൾക്കും ഇത് ലഭിക്കും. പക്ഷെ ചില നിബന്ധനകൾ നമുക്ക് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നമ്മുടെ ലീഫ്ലെറ്റിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ രോഗം മാത്രമല്ല, എല്ലാ രോഗങ്ങൾക്കും ഇത് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ILGയുടെ ഹോസ്പിറ്റൽ ക്യാഷ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് നമ്മൾ ഈ പോളിസി എടുത്താൽ നമുക്ക് 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ടോട്ടൽ 3 വർഷം കവർ ചെയ്യുന്നത്. മനസ്സിലായിട്ടോ? ILG ഹോസ്പിറ്റൽ ക്യാഷിൽ ചേരുവാനും ഇതിന്റെ ക്ലെയിം ലഭിക്കുവാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ILGയുടെ ഹോസ്പിറ്റൽ ക്യാഷ് ചേരുവാൻ വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 90 ദിവസത്തിന് മേളിൽ തൊട്ട് 60 വയസ്സുള്ള ആൾക്കാർക്ക് ചേരാമെന്ന് പറഞ്ഞു. ഇതിനകത്ത് നിങ്ങളുടെ ഒരു ആധാർ കാർഡും ഒരു പാൻ കാർഡും മാത്രം നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. അത് കൂടാതെ 3000 രൂപ നമുക്ക് അയച്ചതിന്റെ റെസീറ്റൂടെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ അംഗമാവും. ഇനി ഇതിന്റെ ക്ലെയിം പ്രോസസ്സിന് അതിന് മാത്രം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ഡിസ്ചാർജ് സമ്മറി ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ തുക എത്ര ദിവസം കിടന്നോ ഇൻറ്റു 3000ന്റെ ആ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ILG ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ്. കാര്യം വെറും 3000 രൂപയുടെ ചെലവ് കൊണ്ട് അവർക്ക് 90,000 രൂപ വരെ ക്ലെയിം ലഭിക്കുന്ന ഒരു പോളിസി മറ്റൊരു കമ്പനികളും ചെയ്യുന്നില്ല. അത് ILG മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുത്ത് അവരത് മനസ്സിലാക്കണം അതെന്താണെന്ന്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിൽ ഇതൊരു വലിയ ആശ്വാസമാണ്. ഇതാണ് ILG ഹോസ്പിറ്റൽ ക്യാഷിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? താങ്ക് യു.